ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഗുലാബ് ജാമുൻ റെഡിയാക്കിയാലോ? കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണിത്. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 10 സ്ലൈസ് ബ്രെഡ് അരികൊക്കെ കളഞ്ഞിങ്ങനെ മുറിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് പൊരിക്കാൻ ആവശ്യത്തിന് ഓയിൽ, 1 കപ്പ് പഞ്ചസാര, 2-3 ഏലക്കായ, കുറച്ച് പാല്, 1 കപ്പ് വെള്ളം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് കൊണ്ടുവരാം. ഞാനിത് പൊടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് പുട്ടിൻ്റെ പൊടി നനക്കുന്ന രീതിയിൽ നനച്ചെടുക്കുക. ഓവറാവരുത്. ഉരുട്ടിയാൽ ഉരുളകളാക്കി എടുക്കാൻ പറ്റിയ രീതിയിൽ കുറേശ്ശെ നനച്ചു കൊടുക്കുക. ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ പറ്റണം. ആ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. പാല് ചേർത്താൽ മതി. വളരെ കുറച്ച് പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്ര ബാക്കിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക. ഇനി ബാക്കിയുള്ളതും ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പഞ്ചസാര പാനിയാക്കാനും വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമുൻ പൊരിച്ചെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കാം. സിമ്മിലാക്കി വേണം ഇടാൻ. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറംഭാഗം ബ്രൗൺ കളറായി വരും, ഉൾഭാഗം വേവാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് സിമ്മിലാക്കി വേണം ഓരോ ബോൾസും ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായി വന്നാണ്. ഒന്നുപോലും വിണ്ട് കീറിയ ഒന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇത് നമുക്ക് കോരിയെടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഇപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഗുലാബ് ജാമുനും ഇതിലേക്ക് എടുത്തിടാം. തീ ഓഫ് ചെയ്തു ഞാൻ. ഇനി ഇതൊരു അരമണിക്കൂർ ഇവിടെ അടച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ വെക്കാം. എന്നതിന് ശേഷം ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. അരമണിക്കൂർ ആകുമ്പോഴേക്കും ഇത് ബോൾസൊക്കെ കുറച്ചുകൂടി വലുതാവും. ഇനി അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്നെടുത്ത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നീങ്ങി കളിക്കണ്. നല്ല അടിപൊളി ഗുലാബ് ജാമുനാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.